ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഗുവാഹത്തിയിൽ നടക്കാൻ പോവുകയാണ്. ആദ്യ രണ്ട് മത്സരവും ജയിച്ച ഇന്ത്യ 5 മത്സര പരമ്പരയിൽ 2-0 മുന്നിലാണ്. മൂന്നാം മത്സരവും ജയിച്ച് പരമ്പര നേടിയെടുക്കാനാണ് ഇന്ത്യയുടെ നീക്കം. 2020 ലോകകപ്പിന് മുൻപ് പരമ്പര തൂത്തുവാരാനായാൽ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസമാവും നൽകുക. എന്നാൽ ഇന്ത്യയുടെ ചില താരങ്ങൾ പ്രതീക്ഷയ്ക്ക് തുയരാത്തത് ഇന്ത്യയുടെ ചങ്കിടിപ്പ് ഏറ്റുകയാണ്. മലയാളി താരം സഞ്ജു സാംസണാണ് നിരാശപ്പെടുത്തുന്നവരിലെ പ്രധാനി. ഓപ്പണർ റോളിൽ കളിക്കുന്ന സഞ്ജു ആദ്യ മത്സരത്തിൽ 10 റൺസും രണ്ടാം മത്സരത്തിൽ 6 റൺസുമാണ് നേടിയത്. ഇതോടെ മൂന്നാം മത്സരം സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. സഞ്ജുവിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം ആരാധകർക്ക് വലിയ ആശങ്കയാവുകയാണ്. ഇതേ പ്രകടനമാണ് സഞ്ജു തുടരുന്നതെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന മത്സരങ്ങളിൽ അവസരം ലഭിക്കുക പ്രയാസകരമായിരിക്കുമെന്ന് വിലയിരുത്താം. ആദ്യ 2 മത്സരത്തിൽ ഫ്ലോപ്പായെങ്കിലും മൂന്നാം മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കും. ഈ മത്സരത്തിലും ഫ്ലോപ്പായാൽ സഞ്ജുവിന് തുടർന്നുള്ള 2 മത്സരത്തിലും അവസരം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇനി ഗുവാഹത്തിയിലും വിശാഖപട്ടണത്തും തിരുവനന്തപുരത്തുമാണ് ഇന്ത്യയുടെ ശേഷിക്കുന്ന മത്സരങ്ങൾ നടക്കുന്നത്. ഇതിൽ കേരളത്തിൽ നടക്കുന്ന അവസാന മത്സരത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിക്കാൻ ഗുവാഹത്തിയിൽ കുറഞ്ഞത് അർദ്ധ സെഞ്ചുറിയെങ്കിലും നേടേണ്ടതുണ്ട്. എന്നാൽ ഗുവാഹത്തിയിലെ സഞ്ജുവിന്റെ കണക്കുകൾ പ്രതീക്ഷ നൽകുന്നതല്ല. 5 മത്സരത്തിൽ നിന്ന് 93 റൺസാണ് ഇവിടെ ആകെ സഞ്ജു നേടിയത്. 18.60 ശരാശരിയും 130 പ്രകടശേഷിയുമാണ് ഈ മൈതാനത്തിന് സഞ്ജുവിന് അവകാശപ്പെടാനാവുക. ഈ കണക്ക് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ഇതുവരെ 4 പുരുഷ അന്താരാഷ്ട്ര 2020 മത്സരങ്ങൾക്കാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയായത്. ഏറ്റവും ഒടുവിൽ 2023 ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യ ഈ മൈതാനത്ത് കളിച്ചത്. 44 റൺസിന്റെ വിജയം ഇന്ത്യ നേടുകയും ചെയ്തു. ഈ മത്സരത്തിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നില്ല. വിക്കറ്റ് കീപ്പർ റോളിൽ കളിച്ച ഇഷാൻ കിഷൻ 32 പന്തിൽ 52 റൺസാണ് നേടിയത്. ആദ്യമായി ഇവിടെ നടന്നത് കിവീസിനെതിരായ മത്സരമാണ്. 2017 നടന്ന മത്സരത്തിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. മഴ കളിച്ച മത്സരത്തിൽ ഇന്ത്യ 6 റൺസിന് ജയിച്ചെങ്കിലും സഞ്ജുവിന് സീറ്റില്ലായിരുന്നു. 2019 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ കളിച്ചിരുന്നു. 8 വിക്കറ്റിന് വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. ഈ മത്സരത്തിലും സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിച്ചില്ല. 2022 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ഇന്ത്യ ഇവിടെ 2020 കളിച്ചു. ഈ മത്സരത്തിലും സഞ്ജുവിന് അവസരം ലഭിച്ചില്ല. ഇനി കിവീസിനെതിരെ ഇന്ത്യ കാര്യവട്ടത്തിറങ്ങുമ്പോൾ സഞ്ജുവിന് ബെഞ്ചിലിരിക്കേണ്ടി വന്നാൽ അത് വലിയ നാണക്കേടായി മാറും. ഇതിനിടെ സഞ്ജു സാംസണെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറായ ആകാശ് ചോപ്ര. അരങ്ങേറ്റത്തെക്കാൾ ദുഷ്കരമാണ് തിരിച്ചുവരവ്. ആദ്യ മത്സരത്തിൽ കാര്യമായ റൺസ് നേടാൻ സാധിക്കാതിരുന്നിട്ടും കുറച്ച് താരങ്ങൾക്ക് മാത്രമാണ് ഇഷാൻ കിഷൻ ചെയ്തതുപോലെ ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ സാധിക്കുന്നത്. അവന് അവസരം ലഭിച്ചപ്പോൾ അത് ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ 2020 ലോകകപ്പിൽ പ്രധാന വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണെയാണ് പരിഗണിച്ചിരിക്കുന്നത്. എന്നാൽ സഞ്ജുവിന്റെ സ്ഥിരത പ്രശ്നമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ചില നിർണായക തീരുമാനത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടാനാവില്ല. ഇഷാൻ കിഷൻ തകർപ്പൻ ഫോമിലേക്ക് എത്തിയതാണ് സഞ്ജുവിന് വെല്ലുവിളിയായത്. രണ്ടാം 2020 മത്സരഫലത്തെ മാറ്റിമറിച്ച പ്രകടനമാണ് ഇഷാൻ പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് മൂന്നാം മത്സരം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. 2020 ലോകകപ്പ് മുന്നിൽ കണ്ട് ശക്തമായ പടയൊരുക്കമാണ് സഞ്ജു നടത്തിയത്. പല പ്രമുഖരോടൊപ്പം അദ്ദേഹം പരിശീലനം നടത്തി. യുവരാജ് സിംഗിന് കീഴിലടക്കം സഞ്ജു പരിശീലിച്ചു. ഓപ്പണർ എന്ന നിലയിൽ അധികം റൺസ് ഉയർത്താൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട്. താരം അതിന് ശ്രമിക്കുമ്പോഴാണ് വിക്കറ്റ് നഷ്ടമാകുന്നത്. എന്നാൽ ഇഷാൻ കിഷൻ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ നടത്തുന്നതോടെ സഞ്ജുവിന് കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമാവുകയാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.